ഇതൊക്കെ സത്യമാണോ എന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഭഗവാനെ. വിശ്വസിച്ചില്ലെങ്കിൽ സത്യം വീണ്ടും പിച്ചി നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് എനിക്ക് വിശ്വാസം. ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയുള്ളതൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഇതൊക്കെ അറിഞ്ഞ് എന്ത് പറയും? എന്താ പറയാനുള്ളത്? എല്ലാരും കൂടി ചേർന്ന് കല്യാണം കല്യാണം എന്ന് പറയും. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷെ സത്യം തുറന്നു പറഞ്ഞപ്പോ ഇപ്പൊ എനിക്ക് മനസ്സിനൊരു ആശ്വാസമുണ്ട്. നമ്മളെ മനസ്സിലാക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെയല്ലേ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റൂ. തൽക്കാലം ഈ കാര്യം വീട്ടിൽ പറയണ്ട. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് ഇവളോട് തന്നെ കാര്യം അവതരിപ്പിക്കാൻ പറയാം. ഇന്ന് വരേക്കും എനിമീസ്, കൊളീഗ്സ്, ഫ്രണ്ട്സും ആയിരുന്നു. ഇപ്പൊ ലവേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ചു നേരമെങ്കിലും ഈ ഒരു ഫീൽ, ഐ മീൻ ലവേഴ്സ് ഫീൽ ഉണ്ടായിരിക്കണം. അതങ്ങനെ പെട്ടെന്ന് മാഞ്ഞു പോകാൻ പാടില്ല എന്നുള്ളതാ എന്റെ ആഗ്രഹം. പക്ഷെ ഞാനതിപ്പോ പറഞ്ഞ നീ എന്നെ തെറ്റിദ്ധരിക്കുമെന്നുള്ള പേടിയാ. എനിക്ക് ഈ എക്സ്പീരിയൻസ് ഒക്കെ പുതിയതാ. ഇവൾക്ക് ഇതും ആദ്യത്തെ അനുഭവമായിരിക്കും അല്ലേ. പക്ഷെ ഇവള് കുറച്ചും കൂടെ സൊസൈറ്റി ആയിട്ട് മിങ്കിളാണല്ലോ. മാത്രമല്ല ഇവളുടെ വീട്ടുകാരും ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും. പക്ഷെ എന്റെ വീട്ടിൽ കുറച്ചു ദിവസം കഴിഞ്ഞു പറയുന്നതായിരിക്കും നല്ലത്. പ്രേമിക്കാനൊക്കെ തുടങ്ങിയ അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ എത്ര സ്വപ്നം കണ്ടു. കള്ളച്ചെറുക്കാന്ന് വിളിച്ച് കളിയാക്കി കഷ്ടപ്പെടുത്തി ഭ്രാന്തിയെ പോലെ സ്നേഹിക്കണമെന്ന് വിചാരിച്ചപ്പോ ഈ കാര്യം വീട്ടിലറിഞ്ഞു കഴിഞ്ഞാ പിന്നെ പെട്ടെന്ന് കല്യാണാലോചനയായി ട്വിസ്റ്റായി അതിന്റെ രസം അങ്ങ് പോവും. കുറച്ചു ദിവസത്തേക്ക് പറയാതിരിക്കുന്നതാ നല്ലത്. ഇത് ഇവന്റെ അടുത്തൊന്ന് പറഞ്ഞാലേ എനിക്ക് സമാധാനാവൂ. നമുക്ക് ഈ കാര്യം ഇപ്പൊ വീട്ടിൽ പറയണ്ട. അമൂല്യ, ഒരു മിനിറ്റ്. നമ്മുടെ പ്രേമത്തിന്റെ കാര്യം ഇപ്പൊ തൽക്കാലം വീട്ടിൽ അറിയണ്ട. ഈ കാര്യം ആദ്യവും വിക്കിയോ അതിഥിയോ ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ കഷ്ടത്തിലാവും. അതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയാം. ഈ കാര്യത്തെ പറ്റി നീ എന്താ ആലോചിക്കുന്നെന്നാ എനിക്ക് അറിയേണ്ടത്. നീ എന്താണോ ആലോചിച്ചുകൊണ്ടിരുന്നത് അത് തന്നെയാ ഞാനും ആലോചിച്ചത്. ഇൻഫാക്ട് നിനക്കിതിൽ വിഷമാവൂന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അത് നല്ല കാര്യം. അതല്ലെങ്കിലും നമ്മൾ എല്ലാ കാര്യവും ഒരുപോലെയല്ലേ ചിന്തിക്കാറുള്ളത്. ദാറ്റ്സ് ഗുഡ്. ശരി, ലേറ്റായി, ഞാൻ പോകുക. ഒരു മിനിറ്റ്. വേണ്ടെന്ന് പറഞ്ഞ ഇവിടെ തന്നെ നിൽക്കുവോ? അറിയില്ല, നീ അങ്ങനെ പറഞ്ഞ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. കുഴപ്പമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞത്. നീ പോയിക്കോളൂ. കുഴപ്പമില്ലെന്ന് പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ ഇപ്പോഴും എന്റെ കൈ വിട്ടിട്ടില്ല. ഈ പ്രേമിക്കുന്നതിന് മുൻപ് ആൺകുട്ടികൾ വേറെ പോലെയായിരിക്കും. ഒരു വട്ടം പ്രേമത്തിൽ വീണ് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കയ്യിൽ ലോക്കായി പോകുമെന്ന് വിക്രാന്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും സത്യമെന്ന് തോന്നുക. നിന്നെ പറഞ്ഞേക്ക് എനിക്ക് തോന്നുന്നേ ഇല്ല. എനിക്കും അങ്ങനെയാ.
എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണമ്മോ. നിന്നെ ഓരോ പ്രാവശ്യം വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുമ്പോ ഓടി വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്താൻ തോന്നിയിട്ടുണ്ട് എനിക്ക്. എനിക്കും അങ്ങനെ തന്നെയാ. സെയിം പിഞ്ച്. ഐ ലവ് യു അമൂല്യ. ഐ ലവ് യു സോ മച്ച്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു സോ. ഐ ലവ് യു അമ്മു. ഐ ലവ് യു എന്റെ അമ്മുക്കുട്ടീന്ന്. ഈ കള്ളച്ചക്കൻ ഇനി നിന്റെ. നിനക്ക് എന്റെ പെണ്ണായിക്കൂടെ, എന്റെ എല്ലാം ആയിക്കൂടെ എന്ന്. എന്നെ ഇഷ്ടമാണോന്ന് പറയാ മൂല്യ. I love you too, Vedant. ക്രിസ്തുവിന് മുമ്പ് ശേഷവും എന്ന് പറയുന്ന പോലെ പ്രേമത്തിന് മുമ്പ് ശേഷവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? എന്തോ ഇന്നത്തെ പകല് വളരെ പകുതിയാണെന്ന് തോന്നുന്നു. എണീറ്റ ഉടനെ ഇത്രയും സന്തോഷം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. പ്രേമത്തിലായിരുന്നു എന്നുള്ള സന്തോഷം ഉണ്ടായിരുന്നു, പക്ഷെ ഉള്ള പ്രേമം സക്സസ് ആയി എന്നറിയുമ്പോ അതൊരു ഉത്സവം പോലെ എനിക്ക് തോന്നുന്നേ. ഇതൊരു വിചിത്ര സംഭവം. ഈ പ്രേമം ശരിക്കും ഒരു അത്ഭുതമാണ് കേട്ടോ. ലവ് യുടെ കള്ളച്ചേർക്ക. മുമ്പൊക്കെ നിഴല് കാണുമ്പോ തന്നെ വഴക്കിട്ടോണ്ടിരുന്നവരാ ഞങ്ങള്. ഒരാള് മറ്റൊരാളെ ഇത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഓർക്കുമ്പോ എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ആ ജന്മശത്രുക്കളെ പോലെ ഉണ്ടായിരുന്നവര് ലവേഴ്സ് ആയി കഴിഞ്ഞാ ആ മാറ്റം എങ്ങനെ ഉണ്ടായിരിക്കും? ഞാൻ നിന്നെ പറ്റി രാവിലെ തന്നെ ഇത്രയൊക്കെ ആലോചിക്കുന്നുണ്ടല്ലോ. നീയും അതുപോലെ തന്നെയായിരിക്കും. നീ എന്നെ ഓർക്കുന്നുണ്ടാവോ? സെവൻ ഓ ക്ലോക്ക് ആയിട്ടുള്ളൂ. കുറുന്തോട്ടിക്കും വാദെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ കാര്യം. ഈ വേദാന്ത് മേനോൻ പെൺകുട്ടികളെന്ന് കേട്ടാലേ ഓടിപ്പോയിരുന്ന ഞാൻ ഇപ്പൊ നോക്കിയേ, ആ കഴുതക്കുട്ടി അമൂല്യക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല. നോട്ട് അറ്റ് ഓൾ. അമ്മൂനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ 7 മണി തൊട്ട് റെഡി ആയിട്ടിരിക്കുക. അവളെ എപ്പോഴും കാണണമെന്നും എപ്പോഴും സംസാരിക്കണമെന്നും തോന്നുക. അവളുടെ കൂടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള എക്സൈറ്റ്മെന്റ് അത് അതിനേക്കാളും ഉണ്ട്. ബട്ട് ഇതൊക്കെ എനിക്ക് ആദ്യത്തെ ഫീലിംഗാ. ഇറ്റ്സ് ക്വൈറ്റ് എ ഫീലിംഗ്.
അവൻ എന്നെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് ഓർത്തപ്പോ തന്നെ അവൻ എന്നെ വിളിച്ചു. ഹലോ, ഞാൻ നിങ്ങളെ പറ്റി തന്നെ ആലോചിക്കായിരുന്നു. അമ്മോ, ഞാൻ ആദ്യമാണ് സംസാരിക്കുന്നത്. നീ എന്നെ പറ്റിയാണോ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഹായ് ഏട്ടത്തി, നിങ്ങൾക്കൊരു മോർണിംഗ് സിക്നസ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞില്ലായിരുന്നോ? അതുകൊണ്ടാ ഞാൻ നിങ്ങളെ കുറിച്ച് ആലോചിച്ചോണ്ടിരുന്നേ. എന്റെ കാര്യം വിടാമോ, നിന്റെ കാര്യം പറ. ഇന്നലെ നിന്റെ മനസ്സിലുള്ള കാര്യം ചേട്ടനോട് പറയാൻ പറഞ്ഞ് ഞങ്ങളെല്ലാം പുറത്തു പോയില്ലേ? നീ പറഞ്ഞോ? നീ ഇന്നലെ രാത്രി തന്നെ വിളിക്കുമെന്നാ വിചാരിച്ചേ. പക്ഷെ നിന്റെ സൈഡിൽ നിന്ന് ഒരു കോളും വന്നില്ല. ഇന്നലെ എന്തായി, ഓക്കെ ആയോ ഇല്ലയോ? എന്റെ ദൈവമേ, എന്നോട് ക്ഷമിക്കണേ. ചേട്ടത്തി കാരണ ഞങ്ങൾ രണ്ടുപേരും ഒന്നായത്. പക്ഷെ ഇപ്പോ അവരോട് തന്നെ എനിക്ക് കള്ളം പറയേണ്ട അവസ്ഥയാണല്ലോ. ഹലോ അമ്മു, കേൾക്കുന്നില്ല ഒന്നും? ആ ഏട്ടത്തി, കേക്കുന്നുണ്ട്. എന്നിട്ടെന്തോന്നും പറയാത്ത അമ്മു? എന്താവാൻ ഏട്ടത്തി, ഒന്നും ആയില്ല. ഒന്നും നടന്നില്ലേ? ആ ഏട്ടത്തി, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അതേ രാഗം, അതേ പാട്ട്, അതേ പ്രശ്നം. എന്താ അമ്മോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടല്ല ആ സ്പേസ് ക്രിയേറ്റ് ചെയ്തേ. ഇപ്രാവശ്യത്തെ ചാൻസ് മിസ് ചെയ്തോ നീ? എല്ലാം നമ്മൾ വിചാരിക്കണ പോലെ നടക്കണമെന്നില്ലല്ലോ. നിങ്ങളുടെ ചേട്ടൻ ഒരുപാട് താമസിച്ചിട്ടും വീട്ടിലേക്ക് വന്നില്ല. എന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ഫോൺ വന്നോണ്ടേയിരിക്കായിരുന്നു. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് വേറെ വഴിയില്ലാത്തോണ്ട് ഞാൻ വീട്ടിലേക്ക് പോയി. എന്താ അമ്മോ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിങ്ങളുടെ സ്റ്റോറി സക്സസ് ആയി എന്ന് പറഞ്ഞ ഞാൻ ഇന്നലെ രാത്രി തന്നെ കിടന്ന് ഉറങ്ങിയത്. എന്നാ ഇപ്പൊ നിങ്ങൾ നിന്നടുത്ത് തന്നെയാണല്ലോ നിൽക്കുന്നേ. നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എനിക്ക് ഇനി അവനെ പറ്റി ആലോചിച്ച് തല പോകിക്കാൻ വയ്യ. ഞാൻ ശരിക്കും അടുത്തു. എന്താണോ നടക്കേണ്ടത് അത് നടക്കട്ടെ. എനിക്കിനി വയ്യ. നീ എന്തെങ്ങനെ നിസ്സാരമായിട്ട് പറയുന്ന അമ്മോ? പ്രേമം എന്ന് വെച്ചാൽ എന്റെ കുട്ടികളിയാണോ? നിന്റെ പ്രതീക്ഷ എന്തായാലും വിടണ്ട. ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഈ വിഷയത്തിൽ എന്തായാലും എന്റെ ചേട്ടൻ പൊട്ടനാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ തന്നെ എന്തെങ്കിലും പ്ലാൻ ആലോചിക്കാം. അയ്യോ വേണ്ട ഏട്ടത്തി, ഞാനിപ്പോ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് നല്ല സന്തോഷം. കുഴപ്പമൊന്നുമില്ല. യു ടേക്ക് കെയർ. അയ്യോ സോറി ഏട്ടത്തി, സോറി ഏട്ടത്തി. ഞങ്ങൾ രണ്ടുപേരും പറയാൻ റെഡിയാവുമ്പോ ഉടനെ പറയാം. അതുവരേക്കും എല്ലാം രഹസ്യമായിട്ടിരിക്കട്ടെ. എന്റെ കഴുതക്കുട്ടിയെ പോലെ സംസാരിക്കുന്ന ആരും ഉണ്ടാവില്ല. രാവിലെ തന്നെ ഇവൾ ആരോടാ കത്തി വെക്കുന്നത്? ആരെയായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക? ഏതായാലും ഓഫീസിലേക്ക് വരുമല്ലോ, നേരിട്ട് ചോദിക്കാം. ഞാൻ ഈ കപ്പ് ഇങ്ങനെ പുറത്ത് വെച്ച് എങ്ങനെ ശരിയാവുക? ഇത് എത്രയും പെട്ടെന്ന് മാറ്റി വെക്കണം. ആ വിക്രാന്തിനും സിദ്ധാർത്ഥിനും ആദിക്കൊക്കെ ഞാൻ അമൂല്യെ സ്നേഹിക്കുന്ന കാര്യം ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. അതുകൊണ്ട്